നിങ്ങൾ നോക്കൂ, മഹാനാകുന്ന ഒരു സ്വഹാബി ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു, ആ സ്വഹാബിയുടെ പ്രത്യേകത അറിയുമോ? ആ മഹാനുഭാവന് രണ്ട് കാലുകൾക്കും സ്വാധീനമില്ല. തളർന്നു കിടക്കുന്ന രണ്ട് കാലുകളാണ്, നടക്കാൻ കഴിയില്ല. രണ്ട് കൈയുണ്ടോ? ഇല്ല, ഒരു കൈ മാത്രമേ ഉള്ളൂ. ആ സ്വഹാബിക്ക് രണ്ട് കാലുകൾക്ക് സ്വാധീനമില്ല, ഒരു കൈയുമില്ലാത്ത സ്വഹാബി എല്ലാ ദിവസവും ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് പള്ളിയിൽ പോകാറുണ്ട്. ചുട്ട് പഴുത്ത് കിടക്കുന്ന മണലാരുണ്യത്തിന്റെ മുകളിലൂടെ ഇഴഞ്ഞ് പഴുത്ത് കിടക്കുന്ന മണ്ണിലൂടെ ഇഴഞ്ഞ് പള്ളിയിലേക്ക് പോയ സ്വഹാബിയാണ്. ആ പഴുത്ത് കിടക്കുന്ന മണൽപ്പടപ്പിലൂടെ പോകുമ്പോൾ എത്രയോ യാതനകളാണ്, വേദനകളാണ്. പല ദിവസങ്ങളും കഠിനമായ ചൂട് കാരണം ജമാഅത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവർ അധ്വാനിച്ചതിന്റെ ഒരു അംശമെങ്കിലും എനിക്കും നിങ്ങൾക്കും അധ്വാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മഹാനാകുന്ന ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അവിടുത്തെ ചെറിയ വീട്ടിന്റെ വാതിൽ പടിയിലിരിക്കുമ്പോ കുറെ സ്വഹാബത്ത് ഇങ്ങനെ ഓടിപ്പോവുകയാ. ആ ഓടിപ്പോയ സ്വഹാബത്തിനെ വിളിച്ചിട്ട് ചോദിച്ച്, മക്കളെ, ഓ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾ എന്തിനാണ് ഈ ഓടിപ്പോകുന്നത്? മറുപടി വന്നു പോയി, ഉഖൈലേ, നീ അറിഞ്ഞില്ലേ, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തി. ഇന്നത്തെ ദിവസം ഈ മദീനയിലെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ ആരാണോ സഹായിക്കുന്നത്, ആ സഹായിക്കുന്നവർക്ക് സ്വർഗം കാണാതെ അവർ മരിക്കുകയില്ല. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടുകൊണ്ടവർക്ക് മരിക്കാമെന്ന പ്രഖ്യാപനം ലോകത്തിന്റെ നേതാവ് നടത്തിയല്ലോ. നിങ്ങൾ അറിഞ്ഞില്ലേ? ഇത് പറഞ്ഞിട്ട് സ്വഹാബികൾ ഇങ്ങനെ ഓടുകയാ. മഹാനാകുന്ന ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു എല്ലാവരും പോലെയും ഓടിപ്പോകാൻ കഴിഞ്ഞിട്ടില്ല. വേഗം തന്റെ വീടിന്റെ അകത്തളത്തിലേക്ക് ചെല്ലുന്നു. ഇഴഞ്ഞ് ചെന്നിട്ട് തന്റെ വീട്ടിലെ എല്ലാ മുക്കും മൂലയും പരിശോധിക്കുന്നു, പാത്രങ്ങൾ പരിശോധിക്കുന്നു. ഇല്ല ഇല്ല, ഒരു നയാ പൈസ എന്റെ വീട്ടിലില്ല, കൊടുക്കാൻ ഒരു ഭക്ഷണമില്ല. ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു വല്ലാതെ വേദനിച്ചു പോയി. അവിടുന്ന് ചിന്തിച്ചു, എനിക്കും മരിക്കുമ്പോൾ സ്വർഗം കാണണ്ടേ, എനിക്കും മരിക്കുമ്പോൾ ഹബീബിനോടൊപ്പം പോകണ്ടേ. ഒന്നുമില്ലാത്ത ഈ ഇബ്നു ഉഖൈൽ എങ്ങനെയാണ് ആ ഭാഗ്യം കിട്ടുന്നത്? മഹാനാകുന്ന ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു സ്വാധീനമില്ലാത്ത കാലുകൊണ്ട് ഇഴഞ്ഞ് തന്റെ അയൽവാസിയായ യൂദന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ചെന്നിട്ട് പറയുന്നു, പ്രിയപ്പെട്ട സഹോദരാ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ആ ജോലിയുടെ കൂലി എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോ ആ ജൂതൻ ചോദിച്ച, ഇബ്നു ഉഖൈലേ, നീ എന്ത് പണിയാണ് എടുക്കുന്നത്? നിനക്കെന്ത് ജോലിയാണ് എടുക്കാൻ കഴിയുന്നത്? നിനക്കൊരു കൈയില്ലല്ലോ, രണ്ട് കാലുകൾക്ക് സ്വാധീനമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളെ ഈത്തപ്പഴ മരത്തിന്റെ ചുവട്ടില് ഞാൻ വെള്ളം കോരി നനയ്ക്കാം.
ജൂതനായ മനുഷ്യൻ തന്റെ കയ്യിലേക്ക് ഇബ്നു ഉഖൈലയുടെ കയ്യിലേക്ക് ബക്കറ്റ് കൊടുത്തിട്ട് പറയുന്നു, ഒരു മരത്തിന്റെ ചുവട്ടിൽ നീ നനച്ചാൽ 3 ദിർഹം നിനക്ക് കൂലിയായിട്ട് തരാം ഉഖൈലേ. തന്റെ ഒരു കൈ കൊണ്ട് ആ ബക്കറ്റ് പാത്രവും പിടിച്ച് ഇഴഞ്ഞു പോവുകയാണ്. തോട്ടത്തിന്റെ അടുത്തുള്ള കിണറ്റിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. ആ കിണറ്റിലേക്ക് കയറ് കെട്ടിയിട്ട് ബക്കറ്റ് ഇറക്കുന്നു. ഒരു കൈ കൊണ്ട് ബക്കറ്റ് കിണറ്റിലേക്ക് ഇറക്കിയിട്ട് വെള്ളം കോരുന്നത് എങ്ങനെയാ? ഓ പ്രിയമുള്ളവരെ, റബ്ബിനെ പേടിക്കാത്ത സ്വർഗം വേണമെന്ന് പറയുന്ന ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചോ. ഇബ്നു ഉഖൈല റളിയല്ലാഹു അൻഹു ആ വെള്ളം കോരുന്നത് ഒരു കൈ കൊണ്ട് വലിക്കുന്നു, കടിച്ച് പിടിക്കുന്നു, പിന്നെയും വലിക്കുന്നു, കടിച്ച് പിടിക്കുന്നു. ഇങ്ങനെ ഒരു കൈ കൊണ്ട് വലിച്ച് വായ കൊണ്ട് കടിച്ച് പിടിച്ചിട്ട് അതാ മുകളിലേക്ക് വരുമ്പോ ആ വെള്ളം എടുക്കുന്നു. വെള്ളപാത്രവും കൊണ്ട് ഇഴഞ്ഞ് ആ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലേക്ക് പോയി വെള്ളം ഒഴിക്കുന്നു. അങ്ങനെ ഒഴിച്ച് അവസാനം ശരീരത്തിന് മുറിവ് പറ്റാൻ ബാക്കിയില്ല. കല്ലുകളും മുള്ളുകളും ഏറ്റ് ശരീരം മുഴുവനും മുറിഞ്ഞു പോയി. കടിച്ച് പിടിച്ചത് കൊണ്ട് നാവ് മുറിഞ്ഞു പോയി, പല്ല് പൊട്ടിപ്പോയി, വായിലൂടെ രക്തം വന്നുപോയി. കുറെ സമയം കഴിഞ്ഞിട്ട് ഈ ഉടമസ്ഥനാകുന്ന ജൂതൻ വന്നു നോക്കുമ്പോ കിണറ്റിന്റെ അടുത്ത് ഇബ്നു ഉഖൈല തങ്ങളിലില്ല. നോക്കുമ്പോൾ രക്തത്തുള്ളികളാണ് അവിടെ കിടക്കുന്നത്. ആ രക്തത്തുള്ളികളെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോ അതാ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടില് തളർന്ന് കിടക്കുകയാണ്. ശരീരം മുഴുവനും രക്തം വന്നിട്ടുണ്ട്, വായിലൂടെ രക്തം വന്നിട്ടുണ്ട്, ശരീരം പൊട്ടി രക്തം വന്നിട്ടുണ്ട്. സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച മഹാൻ ജൂതൻ വന്നിട്ട് ചോദിച്ചു, ഇബ്നു ഉഖൈല, എന്തിനാണ് നീ ഇത്ര കഷ്ടപ്പെട്ടത്? നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരില്ലയോ? വേണ്ട വേണ്ട, എന്റെ അധ്വാനത്തിന്റെ ഫലം എനിക്ക് വേണോ? എന്റെ നേതാവ് പറഞ്ഞു, ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ടവന് ആരാണോ സഹായിക്കുന്നത് അവനിക്ക് സ്വർഗം കണ്ട് മരിക്കാം, മുത്തിരങ്ങളോട് സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിഭാഗത്തിൽ എനിക്ക് പെടണമെന്ന് പറഞ്ഞ് ജൂതൻ 3 മരം നനച്ചതിന് പകരമായി 9 ദിർഹം കയ്യിൽ കൊടുത്തപ്പോ അതും വാങ്ങി സന്തോഷത്തോടുകൂടി ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് പോവുകയാണ്. നബി തങ്ങൾ ദൂരെ നിന്ന് കാണുന്നു, ഇബ്നു ഉഖൈല തങ്ങൾ വരുന്നുണ്ട്. വായിലൂടെ രക്തം ഒഴുകുന്നുണ്ട്, ശരീരത്തുകൂടെ രക്തം വരുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഉമറേ, അബൂബക്കറേ, ഇബ്നു ഉഖൈല വരുന്നുണ്ട്. ആരോ ഇബ്നു ഉഖൈല ആക്രമിച്ചിട്ടുണ്ട്, ശരീരത്ത് വല്ലാതെ മുറിവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു ഉഖൈല റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ ചോദിച്ചു, മോനെ, നിന്നെ ആരാണ് ആക്രമിച്ചത്? മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അറയിൽ കിടന്ന വാളുവറിയിട്ട് പറഞ്ഞു, ഇബ്നു ഉഖൈല ആക്രമിച്ചവനാരാണോ അവനെ ഞാൻ ഈ വാളിനിരയാക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഇബ്നു ഉഖൈല റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, എന്നെ ആരും ആക്രമിച്ചിട്ടില്ല, എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാൽ അവനിക്ക് സ്വർഗം കണ്ട് മരിക്കാമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? ആ ഭാഗ്യം കിട്ടുന്നതിന് വേണ്ടി ജൂതന്റെ വീട്ടിൽ ചെന്ന് മരത്തിന്റെ ചുവട്ടിൽ വെള്ളം നനച്ചവനാണ് നബിയെ. ആ നനച്ച സമയത്ത് ഇഴഞ്ഞു പോയപ്പോ കല്ലുകൊണ്ടിട്ടും മരക്കഷ്ണങ്ങൾ കൊണ്ടിട്ടും ശരീരം മുറിഞ്ഞു പോയതാണ് നബിയെ. കയറ് കടിച്ചു പിടിച്ചിട്ട് വായ പൊട്ടിയതാണ് നബിയെ. എന്നെ ആരും ആക്രമിച്ചിട്ടില്ല എന്ന് പറയുന്നു. എനിക്കും സ്വർഗമുണ്ടോ നബിയേ?
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വല്ലാഹി സുമ്മ വല്ലാഹ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം ഈ മുഹമ്മദ് എന്ന പ്രവാചകൻ ഏത് സ്വർഗ്ഗത്തിലാണോ ആ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ നീയും ഉണ്ടാകുമെന്ന് ഇബ്നു ഉഖൈല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ മഹാന്മാർ പോയ സ്വർഗ്ഗമാണ് ഞാനും നിങ്ങളും ചോദിക്കുന്നത്. ആ മഹത്തുക്കൾ പോയ സ്വർഗ്ഗത്തിലേക്കാണ് എനിക്കും നിങ്ങൾക്കും പോകേണ്ടത്. അർഹതയുണ്ടോ? സ്വന്തം ചിന്തിച്ചോ. ഈ റമദാനിൽ ഇബാദത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ എനിക്ക് നിങ്ങൾക്കും അർഹതയുണ്ടോ? അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തിച്ചോ, ഈ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ അധ്വാനിച്ചവരായിരുന്നു അവർ.